Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. മഴയിൽ ചോർന്നൊലിച്ച് നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷൻ. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച സിവിൽ സ്റ്റേഷൻ കെട്ടിടമാണ് മഴ പെയ്താൽ ചോർന്നൊലിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾക്കായി സർക്കാർ ഓഫീസുകളിലെത്തുന്നവർ വെള്ളത്തിൽ തെന്നി വീഴുന്നതും പതിവാണ്. മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിലേക്ക് പ്രവേശിച്ചാൽ അവിടെ ജീവനക്കാർ എഴുതിയൊട്ടിച്ചിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കാണാം. ചോർച്ചയുണ്ട്, വെള്ളത്തിൽ തെന്നി വീഴരുത്, സൂക്ഷിക്കുക. സബ് രജിസ്ട്രാർ ഓഫീസ്, സിവിൽ സപ്ലൈസ് ഓഫീസ്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസ്, AEO ഓഫീസ്, എക്സൈസ് റേഞ്ച്, സർക്കിൾ ഓഫീസുകൾ ഉൾപ്പെടെ 14 സർക്കാർ ഓഫീസുകളാണ് ഈ കെട്ടിടത്തിൽ നിലവിൽ പ്രവർത്തിച്ചു വരുന്നത്. കെട്ടിടത്തിന് മുകളിലെ ഷീറ്റുകൾ പൊട്ടിയാണ് വെള്ളം ഇടതടവില്ലാതെ കെട്ടിടത്തിനുള്ളിലേക്ക് വീഴുന്നത്. നിർമ്മാണ തകരാർ മൂലം കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലും ഭിത്തികളിൽ ഉൾപ്പെടെ നേരിയ വിള്ളലുകളുണ്ട്. മിനി സിവിൽ സ്റ്റേഷനോട് അധികൃതർ കാണിക്കുന്ന അവഗണനയുടെ ഫലം കൂടിയാണിത്. റവന്യൂ വകുപ്പിനാണ് മിനി സിവിൽ സ്റ്റേഷന്റെ മേൽനോട്ടം. ലക്ഷങ്ങൾ ചിലവഴിച്ചു വാങ്ങിയ ജനറേറ്റർ മിനി സിവിൽ സ്റ്റേഷനിൽ കിടന്ന് തുരുമ്പെടുത്ത് നശിക്കുകയാണ്. ഇതുവരെ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചിട്ടില്ല. ഇതിന് ഓപ്പറേറ്ററെയും നിയമിച്ചിട്ടില്ല. ലിഫ്റ്റ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഓപ്പറേറ്ററെ നിയമിച്ചിട്ടില്ല. നൂറുകണക്കിന് ജീവനക്കാരും ആയിരക്കണക്കിന് ജനങ്ങളുമാണ് നിലവിൽ ദുരിതം അനുഭവിക്കുന്നത്. ഈ ചെറിയ കാലയളവിൽ തന്നെ അവിടേക്ക് ഒരാവശ്യത്തിന് പൊതുജനങ്ങൾക്ക് ചെല്ലാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഉദ്യോഗസ്ഥരുടെ ഇടയിൽ അല്ലെങ്കിൽ അധികാരികൾക്കിടയിൽ ഈ നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനെതിരെ വലിയ അവഗണന നേരിടുന്നുണ്ട്. അവിടേക്കുള്ള റോഡ് CNG റോഡിൽ നിന്ന് ആളുകൾക്ക് സഞ്ചരിക്കേണ്ട അവിടേക്ക് പോകേണ്ട റോഡ് വളരെ മോശം അവസ്ഥയിലാണ്. കാൽനട യാത്രക്കാർക്കോ അതുപോലെ തന്നെ വാഹനങ്ങൾക്കോ ചെന്നെത്താനുള്ള യാതൊരുവിധ സൗകര്യവുമില്ല. കുഴിയിൽ നിന്ന് കുഴിയിലേക്ക് ചാടുന്ന രൂപത്തിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് ആളുകൾ മിനി സിവിൽ സ്റ്റേഷനിൽ എത്തുന്നത്. മിനി സിവിൽ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചു പോവുക അല്ലെങ്കിൽ വഴിക്ക് വീഴും, അപകടം സംഭവിക്കും എന്നുള്ള ബോർഡാണ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുക. ഈ ചെറിയ കാലയളവിൽ തന്നെ ഈ മഴക്കാലത്ത് പെയ്യുന്ന മുഴുവൻ വെള്ളവും സിവിൽ സ്റ്റേഷന്റെ അകത്തേക്ക് എത്തുന്ന രൂപത്തിൽ ആളുകൾ വഴിക്ക് വീഴുന്ന സാഹചര്യമാണ് അവിടെ ഉള്ളത്. അവിടെ എത്തുന്ന ആളുകൾക്ക് അവിടെയുള്ള ശുചിമുറികൾ ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ വൃത്തിഹീനമായി കിടക്കുകയാണ്. അത് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജീവനക്കാരനെ നിയമിക്കാൻ പോലും അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. ലിഫ്റ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഒരാളെ ഇതുവരെ നിയമിച്ചിട്ടില്ല. ആ രൂപത്തിൽ ഈ നാടിന്റെ മുഴുവൻ സർക്കാർ സംവിധാനങ്ങളും ഏകീകരിക്കപ്പെട്ട ഒരു സ്ഥാപനത്തിലേക്ക് പൊതുജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ വലിയ വീഴ്ച അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ട്. ജീവനക്കാരും പൊതുജനങ്ങളും മിനി സിവിൽ സ്റ്റേഷനിലേക്ക് എത്തുന്നത് 50 മീറ്റർ ദൂരത്തിൽ കുണ്ടും കുഴിയുമായി കിടക്കുന്ന മണ്ണ് റോഡിലൂടെയാണ്. ഇതിനിടയിൽ ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ ഈ വഴി വന്നാൽ ഇവർ ചളിയിൽ കുളിക്കുന്ന അവസ്ഥയാണ്. മിനി സിവിൽ സ്റ്റേഷനിലേക്ക് പ്രയാസപ്പെട്ടെത്തിയാൽ ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിനുള്ളിൽ ഇരിക്കേണ്ട അവസ്ഥയും. സർക്കാർ ഏറെ കൊട്ടിയാഘോഷിച്ചു കൊണ്ടുവന്ന നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷൻ ജീവനക്കാരുടെയും പൊതുജനങ്ങളുടെയും ദുരിത കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. 1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി.